ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറേ പൂക്കളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ദയവ് ചെയ്ത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇത് കണ്ടില്ലേ, പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊന്നൂരി ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 56 കിലോമീറ്റർ ദൂരം ഗുണ്ടൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഈ വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്നും വെച്ചു. ബാംഗ്ലൂരിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്നവർക്കൊക്കെ സുപരിചിതമായ സ്ഥലമാണ് ഗുണ്ടൽപേട്ട. ഇത് നമ്മുടെ കർണാടക ചെക്ക് പോസ്റ്റാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ നമ്മുടെ ഫോണിന് സിഗ്നലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിറച്ചും കാടാണ്. അതേപോലെ വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്ന വന്യമൃഗത്തിനാണ്. അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. അതിന് മുന്നറിയിപ്പ് ബോർഡുകളാണ്. ഓരോരോ സെക്കൻഡ് വെച്ച് ബോർഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് വെച്ചിട്ടല്ല, ഓരോരോ എന്താ പറയുക, ഓരോരോ മുഴത്തിനനുസരിച്ചെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി ബോർഡുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് മൃഗങ്ങൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വില. ഇതിലെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ പോകുന്നത് ഏകദേശം ഒരു 11 മണി, പകൽ 11 മണിയോട് കൂടിയൊക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് അവിടെ മൃഗങ്ങളൊന്നും കാര്യമായിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ എന്തെങ്കിലും മാന്, അതുപോലെ ആന, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ. ആന ഇനി അവിടെ നിൽക്കുന്നത് അവിടെ സ്ഥിരമുള്ള ആനയാണോ അത് കാട്ടാനയാണോ എന്ന് എനിക്ക് ചോദിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒരു ആനയെ കണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഈ ബാംഗ്ലൂരിൽ നിന്ന് നമ്മളിങ്ങോട്ട് വരുന്ന സമയം പുലർച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കാട്ടുപോത്ത്, അതുപോലെ ആന, ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും. ഈ സമയത്ത് ഞാനൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മുടെ ഗുണ്ടൽപേട്ട നമ്മളെത്തി. അവിടെ മലയാളം അറിയുന്നവരധികമൊന്നുമില്ല. ഞാൻ നമ്മുടെ ലോക്കൽ ബസ്സിനാണ് ചെന്നിറങ്ങിയത്. അവിടെ നിന്ന് പൂപ്പാടത്തിൻ്റെ നടുവിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഒരുപാട് പൂക്കൾ, പലതരമൊന്നുമില്ല, ഏകദേശം ഈ ഒരൊറ്റ കളർ മാത്രമേ ഉള്ളൂ. ഈ പൂക്കളെല്ലാം നമ്മളൊരു ഓണത്തിന് പൂജയ്ക്ക് ഇത് മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് പൂക്കൾ അവർ പെയിൻറ്റ് ഫാക്ടറിക്കാണ് ഈ പൂക്കളെല്ലാം കയറ്റുമതി ചെയ്തു പോകുന്നത്. ഇനി ബാക്കിയൊക്കെ അവരുടെ ഇതിലേക്ക്. എല്ലാം പറിക്കുവാ. പ്രിയ എന്നാ മിണ്ടാത്ത? പ്രിയക്ക് നാണാണോ? നിങ്ങളുടെ പേരെന്താ? ചന്ദ്രൻ നല്ല ഗുഡ് ബോയ് ആട്ടോ. പ്രിയ മിണ്ടുന്നില്ല, പ്രിയക്ക് ഭയങ്കര നാണം. ഇയാളോ? ഇത് പൂവ് എങ്ങോട്ടാണ് കൊണ്ടുപോണേ? നമ്മുടെ വയനാട്ടിലേക്കൊക്കെ കൊണ്ടുവരുമോ? വയനാട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിനേക്കുള്ള പൂക്കളെ നിങ്ങൾ പറിച്ചാൽ ഇല്ലല്ലോ. ഓണത്തിന് പൂവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓണത്തിന് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും അല്ലേ? എനിക്ക് ചോറില്ലെന്നേ. എനിക്ക് ചോറ്, ഞാൻ നിങ്ങളുടെ കൂടെ ചോറ് കഴിക്കാനായി. പിടിച്ചോ. പൂന്തോട്ടം കണ്ടോ? ഇതാണ് നമ്മുടെ ഗുണ്ടൽപേട്ട പൂന്തോട്ടം. എല്ലാവരും വരുന്നത്. ഞാനിത് ഷൂട്ട് ചെയ്യാൻ, ഇത് ചന്ദ്രനാണ് നമുക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത്. അതായത് ഇവിടെ പൂ പറിക്കാൻ നിന്ന് പയ്യെ. അപ്പം നമ്മുടെ ഓരോ പരന്ന് കിടക്കുന്ന അക്ഷരക്കുന്ന ഭാഗമൊക്കെ പൂവാണ്, പൂന്തോട്ടമാണ്. ഫോട്ടോ അവരൊക്കെ ചോദിക്കുവാണ്, ഫോട്ടോ എടുക്കുവാണോ വീഡിയോ എടുക്കുവാണോ? മുതലാളിയാണ്. അവർക്ക് നമ്മൾ എൻ്റെ വകയൊരു പൂവ്. ഇവിടെ നിങ്ങൾ മാറിയാൽ ഇത് മൊത്തം വാടാമല്ലി കേട്ടോ. പക്ഷെ വാടാമല്ലിൻ്റെ ഇടവഴി ഇങ്ങനെ കേട്ടോ. ഇവിടെ വന്ന് വാങ്ങുമ്പോൾ അധികം പൈസയൊന്നും വേണ്ട. നമുക്ക് ഏകദേശം ഒരു കുറഞ്ഞ പൈസയ്ക്കൊക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ കുറേ പറിച്ചു പോയതാണേ. വെച്ചിട്ട് ആകാശത്തൊന്ന് പിടിക്കുവാണെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും. നമുക്ക്
പൂ നിങ്ങളുടെ ആണോ? ഞങ്ങളുടെയാ. ആ, എന്തോരുണ്ട്? ഞാനിത് ഒരേക്കറുണ്ട്. ഒരേക്കർ തീരാനായി. അപ്പോൾ ഓണത്തിലേക്ക് പൂവ് ഓണത്തിന് അവിടെ എവിടെ? അങ്ങ് അക്കരെ ആ ഭാഗത്ത് കാണുന്ന അല്ലേ? അവിടെ നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ട് പൂ കൃഷി? ലാഭമാണോ നഷ്ടമാണോ? ഇതെല്ലാം നഷ്ടമാണോ? അതെയോ? ഒത്തിരി പൈസ ഒന്നും ഇതിലേക്ക് മുടക്കണ്ടല്ലോ. പൈസ കിട്ടില്ല ഇവിടെ. ഇവിടെ പൈസ കിട്ടണമെങ്കിൽ നഷ്ടമാവും ഇപ്പോൾ. അതെയോ? മഴ ജാസ്തി ആയിട്ടുണ്ട്. അതെ, ഇവിടെ മഴ കൂടുതലാ. മഴ കൂടുതലായിട്ടുണ്ട്. എല്ലാം പക്ഷെ വലിയ പൂവാണല്ലോ. വലിയ പൂവെല്ലാം പറിച്ചല്ലേ? 2-3 വേറെ പറിച്ചിട്ടുണ്ട്. അതെയോ? ഇവർക്ക് പണിക്ക് ഇവർക്കുടെ കൂലി ഇതെല്ലാം കഴിഞ്ഞിട്ട് നഷ്ടമാണെന്നാണോ പറയുന്നേ? നഷ്ടമാണോ? ഇവർക്കെല്ലാം പണിക്കാർ കൂലി 400 രൂപ ഒരാൾക്ക്. അതെയോ? ഒരു ദിവസം എത്ര മണി വരെ പോകുന്നുള്ളടാ? 5 മണിക്ക്. രാവിലെ എത്ര മണിക്ക്? രാവിലെ 8 മണി. 8 മണി തൊട്ട് 5 മണി വരെ അവർ പോകുന്നുള്ളണം. അപ്പൊ 400 രൂപ കൂലി. ഭക്ഷണം അവർ കൊണ്ടുവരുവാണോ? ഭക്ഷണം അവരെ കൊണ്ടുവരും. അതെ, വെയിലൊക്കെ കൊള്ളണ്ടേ? അപ്പൊ നമ്മള് കൊടുക്കണ്ടേ അല്ലേ? കൊടുക്കണം. രാവിലെ ഉച്ചക്ക് കൊടുക്കണം. അതെയോ? ഞാൻ ചോദിച്ചല്ല മനസ്സിലായത്. അപ്പം എന്തായാലും സന്തോഷം. അല്ല, ഇത് ലാഭം കിട്ടില്ല. അയ്യോ, നല്ല മഴ വരുന്നുണ്ട്. നമുക്കവിടെ എവിടെയെങ്കിലും കുട എടുത്തിട്ടുണ്ട്. എന്നാ ശരി. ഒരു പൂന്നുള്ളുന്നത് കണ്ടോ? അവരുടെ കൈൻ്റെ സ്പീഡ് കണ്ടോ? അയ്യോ, ഇനി ഇവിടുന്ന് പറിച്ച് അങ്ങോട്ട് പോകും. അവിടെ ചാക്ക് വെച്ചിട്ടുണ്ടോ? ഭക്ഷണം ഇവിടെ നിന്ന് ചോറ്, പപ്പടം, മീൻകറി, സാമ്പാർ, പിന്നെ തോരൻ, ബീറ്റ്റൂട്ട്, പിന്നെ ഒരു തൊടുകറി, പിന്നെ അച്ചാർ. നല്ല അടിപൊളി ചോറും കറിയും. നമ്മളുണ്ടാക്കുന്ന പോലത്തെ സാമ്പാർ. നമുക്ക് തോന്നും ഇവിടെ വന്നപ്പോൾ നമുക്ക് ഉള്ള ഭക്ഷണം കിട്ടൂലാണ്. പക്ഷേ ഇത് മലയാള ഹോട്ടലാണ്. നല്ല അടിപൊളി സാമ്പാറും മീൻകറി, ഞാൻ പറഞ്ഞില്ലേ, തോരൻ, അങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ നമ്മുടെ അതേ ടേസ്റ്റിലുള്ള സാമ്പാർ. നാളൊരു വീഡിയോ ഇട്ട പോലെ വലിച്ചു വാരി തിന്നുന്നത്. വലിച്ചു വാരിയാണ് ഞാൻ സാധാരണ തിന്നാറ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇച്ചിരി മര്യാദ കാണിക്കുന്നുണ്ട്. എന്ത് മനോഹരമായ സ്ഥലമല്ലേ! അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഈ അധികം മരങ്ങളും ഒന്നുമില്ലാതെ ഒക്കെ പൂപ്പാടമാണ്. ഇപ്പം നമ്മൾ അങ്ങോട്ട് കാണുന്നില്ലേ ഒരു മലയൊക്കെ ആയിട്ട്, അതിൻ്റെ താഴ്വാരം മൊത്തം പൂക്കളാണ് കേട്ടോ. അവിടെ ചെന്നെടുത്താലാണ് ഈ പൂക്കളുടെ മുഴുവൻ ഇത് കിട്ടുള്ളൂ. പക്ഷെ അങ്ങോട്ട് ഒരുപാട് പോകണം. നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല. അതല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വഴിയൊക്കെ ഉണ്ടാവും. ഇവർ വേറെ ഒരു ഇത് പറിക്കുവാണ്. 3ാമത്തെ പ്രാവശ്യമാണോ ഇത് പറിക്കുന്നേ? ഇപ്രാവശ്യം പൂവ് മോശം അല്ലേ? നിങ്ങളാണോ ഇതിൻ്റെ ഉടമസ്ഥ? അപ്പം ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം പറിച്ചിട്ട് നഷ്ടമാണെന്നാണോ പറയുന്നത്? നനയ്ക്കാൻ എങ്ങനെയാ? വെള്ളം മഴ. ഇവരൊക്കെ കൂലിക്കാണോ വരുന്നേ? ഇവൻ മകനാ? അത് ഓൾ ഫാമിലി ആണോ? അത് അമ്മ. അത് ഗ്രാൻഡ്മ. അത് അമ്മ. ദൊഡമ്മ എന്ന് പറഞ്ഞ അമ്മയുടെ ചേച്ചി. അങ്ങനെ വരട്ടെ. നീ പഠിക്കുന്നില്ലേ? എവിടെയാ? എഞ്ചിനീയറാ? ഡിഗ്രി ഫൈനൽ ഇയർ. നഞ്ചങ്കോട് പഠിക്കുന്നു. ഇപ്പം ഇവരെ സഹായിക്കാൻ വന്നതാ.
ഫാമിലിയാണിത് മൊത്തം പണിയെടുക്കുന്നതും പറിക്കുന്നതും ഒക്കെ അല്ലേ? അതേതായാലും നല്ല കാര്യം, പൈസ കൊടുക്കണ്ടല്ലോ. ആ ആ ആ ആ അല്ല ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്വന്തം പറിക്കുന്നത്. അവർ പറയുന്ന ഭയങ്കര നഷ്ടമാണെന്നാണ് ഈ പൂക്കച്ചവടം. നമ്മൾ കാണും പോലെയൊന്നും അല്ല കേട്ടോ. പൂ ഇങ്ങനെ കൂട്ടിയിട്ട് കാണാൻ എന്ത് ഭംഗിയാണ്, പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടാണ്. ഇതിൽ കുറച്ച് പേർക്കൊക്കെ മലയാളം കുറേശ്ശൊക്കെ അറിയാം. എന്നാൽ അത്ര കണ്ട് അങ്ങനെ അവർ പറയുന്ന ഭാഷ കേട്ട് എനിക്കും അറിയത്തില്ല. എന്നാലും തട്ടിമുട്ടി ഒപ്പിച്ച് അവർ പറയുന്നത് ഞാൻ പറയുന്നതൊക്കെ ആയിട്ട് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും. പിന്നെ നഷ്ടമാണെന്നൊക്കെയാണ് പറയുന്നത്. പൂക്കൃഷി നഷ്ടമാണ്. പിന്നെ ഇത് പെയിൻറ്റ് ഫാക്ടറിയിലേക്കാണ് ഇപ്പോൾ എല്ലാം പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഭാഗത്തൊക്കെ എന്നാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനിത് വീഡിയോ എടുത്തിട്ടുണ്ട്. അത്ര ഭംഗിയാണ്. ഇവിടുന്ന് അങ്ങേ ഭാഗത്തേക്കൊക്കെ പോയി ഒരുപാട് ഭംഗിയാണ് പൂക്കൾ കാണാനെന്നാണ്. അവിടെയൊക്കെ പല സൈസിലുള്ള പൂക്കളാണ് മഞ്ഞ ഒക്കെ ഇവർ ഇട്ടിരിക്കുന്നത്. ഈ വഴി പോകുന്നവർ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി ഈ പൂക്കളൊക്കെ കണ്ടിട്ട് പോകാം. പൈസയൊക്കെ ഈടാക്കുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു. പക്ഷേ നമ്മളോടൊന്നും അവർ പൈസയൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അതുപോലെ അവിടെ വീഡിയോ എടുക്കുന്നവരൊക്കെ ഉണ്ട്, ആരോടും വാങ്ങിയിട്ടില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ് കാത്ത് നിൽക്കുവാണ്. നമ്മൾ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വരുന്ന KSRTC ബസ്സിനാണ് വന്നതും തിരിച്ചു പോകുന്നതും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. അപ്പോൾ എന്താ ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദാ എൻ്റെ ബസ് വന്നു, ഞാൻ ബസ്സിൽ കയറട്ടെ.